നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. വലിയ ബുദ്ധിമുട്ടാ, പക്ഷെ അനുഗ്രഹിക്കണം. എന്താ അതിന്റെ കാരണം? 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, നിങ്ങൾ ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ ആയിരിപ്പീൻ. ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെടാൻ താല്പര്യമുള്ള വ്യക്തിത്വം ഒരു പ്രത്യേക തരത്തിലുള്ള വസ്ത്രം ഇടാനല്ല ബൈബിൾ പറയുന്നത്. അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവൻ, അനുഗ്രഹിക്കപ്പെടുവാൻ പ്രത്യേകമായ ഏതെങ്കിലും ഒരു സഭയിൽ മെമ്പർഷിപ്പ് എടുക്കാനല്ല തിരുവെഴുത്ത് പറയുന്നത്. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കണോ? ദോഷം നിങ്ങൾക്ക് ചെയ്തതിന് തിരിച്ചു ദോഷവും, നിങ്ങളെ ശകാരിച്ചതിന് തിരിച്ചു ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അവർ ആമീൻ പറഞ്ഞേ. ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടതാണ്. തലമുറ തലമുറയായി അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ക്ഷമിക്കുന്നവനും മനഃപൂർവ്വം തോറ്റു കൊടുക്കുന്നവനും ആണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അവരാ വിഷയത്തിൽ വിജയിക്കും, പക്ഷെ ജീവിതത്തിൽ വിജയിക്കില്ല. ജയിക്കാനായി വിളിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടാകേണ്ടത് ക്ഷമയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. നിന്റെ പ്രാണൻ പോകുകയല്ല, പ്രാണനെ നേടും. ചേർന്നൊരു നല്ല ആമീൻ പറഞ്ഞേ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആയിരിപ്പീൻ.